ഈ പയ്യന് മാർക്ക് കാർഡ് കിട്ടിയപ്പോൾ അതിൽ സെക്കൻഡ് റാങ്ക് എന്ന് കണ്ടതും തലചുറ്റി താഴെ വീഴുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഈ പയ്യനാണ് ആ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നത്. പക്ഷേ ഇത്തവണ അവനേക്കാൾ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ സ്കൂളിൽ വന്ന് ചേർത്തിരിക്കുന്നു. അവൾ എങ്ങനെ പഠിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 24 മണിക്കൂറല്ലേ നമുക്കല്ലേ ഉള്ളത്. അതിൽ 20 മണിക്കൂറും പുള്ളിക്കാരി അലാറം വെച്ച് പഠിക്കും. അതും പോരാഞ്ഞിട്ട് വീട്ടിൽ പാരൻസ് തമ്മിൽ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും തന്നെ അവൾ ആ സമയത്ത് പോലും പഠിച്ചുകൊണ്ടിരിക്കും. അതും പോരാഞ്ഞിട്ട് സ്കൂളിലേക്ക് നടന്നു പോയ സമയം വൈകുമെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് ആ സമയത്തും വായിച്ചുകൊണ്ടാണ് അവൾ സ്കൂളിലേക്ക് പോകുന്നത്. എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. സ്കൂളിൽ ലഞ്ച് ടൈമിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനിൽ ട്യൂട്ടോറിയൽ കണ്ടുകൊണ്ടാണ് അവൾ ഭക്ഷണം കഴിക്കുക. സോ അവളിങ്ങനെ ഉറക്കമൊക്കെ ഒഴിഞ്ഞ് പഠിക്കുന്നത് കൊണ്ട് തന്നെ പകൽ സമയത്ത് ക്ലാസ്സിലിരിക്കുമ്പോൾ ഉറക്കം വരും. ആ ഉറക്കം പോകാൻ വേണ്ടിയിട്ട് കോഫി കുടിക്കണം. പക്ഷെ കോഫിയായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിൽ പോകേണ്ടി വരും. അങ്ങനെ പോയ ആ സമയത്ത് 2 മിനിറ്റ് വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കോഫി പൗഡർ വെള്ളമൊന്നും ചേർക്കാതെ നേരെ അണ്ണാക്കിലേക്ക് തട്ടും. സോ നമ്മുടെ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന ചെക്കൻ ഇപ്രാവശ്യം സെക്കൻഡ് വന്നതോടെ ആകെ ദേഷ്യം പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവളെ പോലെ തന്നെ പഠിച്ച് വീണ്ടും ഫസ്റ്റ് റാങ്കിലേക്ക് വരണമെന്ന് അവൻ തീരുമാനിക്കുന്നു. സോ ആ പെണ്ണ് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് ഓടിയല്ലേ വന്നുകൊണ്ടിരുന്നത്. ഇവനൊരു ബാലൻസിങ് സൈക്കിളിൽ വന്നിട്ട് കൂടുതൽ സമയം ലാഭിക്കുന്നു. അടുത്തത് അവൾ ഒരു പാക്കറ്റ് കോഫി പൗഡർ വായിലേക്ക് തട്ടുമ്പോൾ ഇവൻ 2 പാക്കറ്റ് എടുത്ത് അണ്ണാക്കിലേക്ക് തട്ടുന്നു. പിന്നെ സ്കൂൾ വിട്ടിട്ടും വീട്ടിലേക്ക് പോവാതെ രാത്രി അധികം നേരം ഇരുന്നിട്ട് എക്സ്ട്രാ ടൈം എടുത്ത് പഠിച്ചതിന് ശേഷമാണ് അവൻ വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്ത് ആ പെണ്ണ് ഇപ്പോഴും അവിടെ ഉറക്കമില്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടതോടെ വീണ്ടും വെറുത്തനത്തോടെ അവൻ അവിടെ ഇരുന്ന് പഠിക്കുന്നു. സോ അങ്ങനെ രാത്രിയൊക്കെ ഉറക്കൊഴിഞ്ഞ് പഠിച്ചതുകൊണ്ട് തന്നെ അടുത്ത ദിവസം എക്സാം സമയത്ത് എക്സാം എഴുതാൻ പറ്റാതെ അവൻ തലകറങ്ങി വീഴുന്നു. ആ പെണ്ണിന്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. അവൾ ഇവനേക്കാൾ മുന്നേ തലകറങ്ങി വീണു. പണ്ടാരടങ്ങാൻ, ഉറക്കത്തിൽ പോലും അവളാണല്ലോ ഫസ്റ്റ് എന്ന് ചിന്തിച്ച് ആ പയ്യൻ നിസ്സഹായനായി താഴെ വീഴുന്നു. എന്താല്ലേ, പെരുത്ത് പെരുത്ത് ഭ്രാന്തുകൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇതുപോലൊരു ഭ്രാന്ത് ഞാൻ കണ്ടിട്ടില്ല. ചങ്ങായിമാരെ, നിങ്ങൾക്ക് ഇതുപോലെ പഠിപ്പികളായ വല്ല ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുമാത്രം പോരാ, കഴിഞ്ഞ എക്സാമിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ.